ഹേ ഗൈസ്, D5ൻ്റെ 3.1 വേർഷൻ റിലീസ് ചെയ്യുകയാണ്. നമുക്ക് ജസ്റ്റ് എന്തൊക്കെയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം 3.1 പ്രസിഡന്റ് ഫുൾ ഡയമെൻഷൻ. ഓക്കെ, അമ്പോ ഓക്കെ. ഇത് ലൈക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ഫീച്ചർ ഇത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊരു സംഭവം. ഇത് കൊള്ളാം. ഇൻട്രാക്റ്റീവ് പ്രസൻറ്റേഷൻ. ഓക്കെ, ലൈക്ക് കസ്റ്റമർക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ കാണിച്ചു കൊടുക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. ഇൻട്രാക്റ്റീവ് പ്രസൻറ്റേഷൻ ലൈക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇത് ഫീച്ചർ വന്നു, ഓക്കെ, പക്ഷെ നമുക്കിത് പഠിച്ചെടുക്കേണ്ട ഒരു കേസ്. അമ്പോ സെക്ഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവരെ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഭയങ്കരമായിട്ട് ഇന്നോവേറ്റീവായി കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇതാണ് നൈറ്റ് പകല്. ഇൻട്രാക്റ്റീവ് പ്രസൻസ് നല്ല ഫീച്ചർ പൊളിച്ചു. പക്ഷെ ഇത് പ്രോ ഫീച്ചർ ആവുമോ എന്നുള്ളതാണ് ഒരു ഡൗട്ട്. നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഫ്രീ യൂസറാണ്. ഞാൻ ഇതുവരെ പ്രോ പർച്ചേസ് ചെയ്തിട്ടില്ല. ഒപ്റ്റിമൈസ്ഡ് VR. ഓക്കെ, VR നമുക്ക് പ്രോ ഫീച്ചറായിട്ട് ഉണ്ട് നമുക്കറിയായിരുന്നു, പക്ഷേ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. ലൈക്ക് ഒരു ഫ്രീ യൂസർ ആയതുകൊണ്ട്. കസ്റ്റം പേജ് എന്താണ്? ഡോറ് തുറക്കലും അടക്കലും ആണോ? ലൈക്ക് ഞാൻ വാക്ക് ത്രൂ വീഡിയോസ് ചെയ്യുമ്പോഴേ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ലൈക്ക് ഇത് തുറന്നടക്കാൻ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് മാനുവലി ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അത് സീസണൽ വെജിറ്റേഷൻ. ലൈക്ക് ഇത് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവർ ഓരോ അപ്ഡേറ്റിലും ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരും. ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന ഞാൻ ചിന്തിച്ചടാ, എന്താ ഇവരെ ആക്കി വെച്ചേക്കുന്നേ? വർക്കിംഗ് കളർ സ്പേസ് എന്താണ്? കളർ ആക്യുറേറ്റ് ആക്കുന്ന ഫീച്ചറാണോ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലൈക്ക് ഇവർ ഓരോ അപ്ഡേറ്റിലും ഇത്രയും ഫീച്ചേഴ്സ് കൊണ്ടുവരുമ്പോൾ ലൈക്ക് ഇനി എന്ത് എന്നാണ് വെച്ചാൽ, ഞാനിപ്പം ആ ഒരു മെഷർമെൻ്റ് ഇടുന്ന കാര്യവും ആ ഒരു ഡോറ് തുറന്നു വരുന്ന കാര്യമല്ലേ, അത് രണ്ടും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം. ലൈക്ക് അവരത് ഒരു 3.1 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇവർ സ്വാഭാവികമായും കസ്റ്റമേഴ്സിനൊക്കെ ഫീഡ്ബാക്കൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിവർ കൊണ്ടുവരുമ്പോൾ ലൈക്ക് ഞാൻ ചിന്തിക്കാം, ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇവരെന്തായിരിക്കും, ലൈക്ക് ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള ലൈക്ക് അവരെന്തായിത്തീരുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴേ ആലോചിച്ചിട്ട് ഞാൻ വണ്ടർ അടിക്കുകയാണ്. എൻവയോൺമെൻറ്റ് ഏത് സ്കെച്ചപ്പിൽ വരുന്നതാണെന്ന് തോന്നുന്നു. ലൈക്ക് നമ്മളത് റിനോ റെവിറ്റിൻ്റെ നമ്മൾ 3ds Max യൂസറാണ്. സോ നമുക്കിത് ബാധകമായിരിക്കത്തില്ല എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഞെട്ടിച്ച്, ലൈക്ക് ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങളുള്ള D5 പൊളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മെയിനുള്ള ഡൗട്ട്, ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നു, അതൊക്കെ, പക്ഷേ ഇതെങ്ങനെ ചെയ്യും, എങ്ങനെ പഠിച്ചെടുക്കും, അതാണ് പ്രശ്നം. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് 3.0 അപ്ഡേറ്റിൽ വന്ന പല ഫീച്ചേഴ്സും ലൈക്ക് ഞാൻ ഓക്കെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് മറന്നു പോകുന്നൊരു കേസുണ്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പം പക്ഷേ ഇതതുപോലെ ആയിരിക്കത്തില്ല. 3.1 നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പലർക്കും വന്നുകൊണ്ട് റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആക്ച്വലി വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പം വരട്ടെ, നമുക്ക് ഇത് മാനുവലായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ഇത് ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയാൽ മതി. അപ്പം ഇഷ്ടമായി. അപ്പം ആ ഒരു 2 ഫീച്ചർ, മെഷർമെൻറ്റ് ഫീച്ചറും ആ ഒരു ഡോറ് തുറന്ന് വരുന്ന അടക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറും, അത് രണ്ടും മസ്റ്റ് യൂസാണ്. ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ് ഉണ്ടാകും. ഇനി അത് പ്രോയിലേക്ക് ഇവർ കൊടുക്കുമോ എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. അത് ഫ്രീ യൂസർക്ക് കിട്ടുവാണെങ്കിൽ പക്കയായിരിക്കും. സോ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോയിൽ വീണ്ടും വരാം. ഓക്കെ.